മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജൂലൈ 9 വ്യാഴം. സ്വരച്ചേർച്ചയില്ലായ്മ എത്രയും വേഗം അവസാനിപ്പിച്ചു. യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുക്കാനും UDF സർക്കാരിന്റെ വീഴ്ചകൾ ജനപിന്തുണയോടെ തിരുത്തിക്കാനും ഇടതു പാർട്ടികൾക്ക് സാധിച്ചില്ല എങ്കിൽ ജനാധിപത്യത്തിനാണ് പരിക്കേൽക്കുക എന്ന് തുറന്നുകാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വിനാശകാലേ വിപരീത ബുദ്ധി. ഒടുവിലത്തെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അഭൂതപൂർവമായ പരാജയം സമ്മാനിച്ചതോടെ അടിതെറ്റി ഭരണത്തിൽ നിന്നും നിഷ്കാസിതമായ ഇടത് ജനാധിപത്യ മുന്നണി തിരിച്ചടിയുടെ കാരണങ്ങൾ കണ്ടെത്തി വീഴ്ചകളും പാളിച്ചകളും പരിഹരിച്ച് വീണ്ടെടുപ്പിനുള്ള നെട്ടോട്ടത്തിലാണ് എന്നാണ് സാമാന്യ ധാരണ. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് മാസം 2 കഴിഞ്ഞിട്ടും ഇടതുമുന്നണി സമ്മേളിച്ച് പരാജയ കാരണങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ കണ്ടെത്താനോ തിരുത്തൽ നടപടികൾക്ക് തുടക്കം കുറിക്കാനോ സാധിച്ചിട്ടില്ല എന്നത് ഗൗരവതരമായ സ്ഥിതിവിശേഷമാണ്. ഇടതുമുന്നണി ഘടകകക്ഷികൾ 9 ഉണ്ടെങ്കിലും ഇലക്ഷൻ ജയിച്ചു കയറിയവർ ഒരേ ഒരു RJDക്കാരനെ മാറ്റി നിർത്തിയാൽ CPM-ഉം CPI-യും മാത്രമാണ്. അതുകൊണ്ട് തന്നെ മുന്നണി യോഗം വിളിച്ചു ചേർക്കേണ്ടതും ഈ 2 പാർട്ടികൾ തന്നെ. പക്ഷേ ഇതുവരെ സംഭവം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, എപ്പോൾ നടക്കുമെന്ന വ്യക്തമായ സൂചനയുമില്ല. മുന്നണിയുടെ ഘടകങ്ങളിൽ ഓരോന്നും സ്വന്തമായി പരാജയ കാരണങ്ങൾ വിശകലനം ചെയ്ത ശേഷമാണ് പൊതുവായ വിലയിരുത്തലുണ്ടാവുക എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നെങ്കിലും അനിശ്ചിതത്വവും അന്തക്കേടും തുടരുന്നതാണ് ജനങ്ങളുടെ മുന്നിലുള്ള കാഴ്ച. കാരണം മറ്റൊന്നുമല്ല, മുഖ്യ ഘടകങ്ങളായ CPM-ഉം CPI-യും തമ്മിലെ ശീതസമരം തന്നെ. പുതിയ നിയമസഭ സമ്മേളിക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് പദവി CPI ആവശ്യപ്പെട്ടിരുന്നു. പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ആവശ്യമാണിത് എന്ന സൂചനകൾ തുടക്കത്തിൽ കേട്ടെങ്കിലും ദിവസങ്ങൾ പിന്നിടുന്തോറും ഉപനേതാവ് പദവി കീഴ്വഴക്കമനുസരിച്ച് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ല എന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വലിയ തമ്പുരാൻ. അതുകൊണ്ട് തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചതോടൊപ്പം മുൻ ധനമന്ത്രി ബാലഗോപാലിനെ ഉപനേതാവായും വാഴിച്ചു. നിയമസഭയിലെ ഇരിപ്പിടവും തദനുസാരം ക്രമീകരിച്ചു. ഏറ്റവും ഒടുവിൽ പിണറായി വിജയന്റെ പരിഹാസപൂർവമായ പ്രതികരണം കൂടി വന്നതോടെ രോഷാകുലരായ CPI അവകാശവാദത്തിൽ ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കോൺഗ്രസാണ് പ്രതിപക്ഷ നേതൃത്വ പദവി കൈയാളിയിരുന്നതെങ്കിലും ഉപനേതൃപദവി മുന്നണിയിലെ 2ാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗിന് വകവെച്ചു കൊടുത്ത പാരമ്പര്യം CPI ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ അതല്ല ഇടതുമുന്നണിയിലെ കീഴ്വഴക്കം എന്നാണ് പിണറായി വിജയന്റെ ഉറച്ച നിലപാട്. മാധ്യസ്ഥം വഹിക്കാൻ ശക്തമായ ഒരു ദേശീയ നേതൃത്വം 2 പാർട്ടികൾക്കുമില്ലാത്തതിനാൽ കടിപിടി അനിശ്ചിതത്വമായി തുടരുന്നു. അതിന്റെ ഫലമാവട്ടെ, തങ്ങൾ ചൂണ്ടിക്കാട്ടിയ 3 അബദ്ധങ്ങൾ യഥാസമയം തിരുത്താൻ പിണറായി വിജയൻ തയ്യാറായിരുന്നെങ്കിൽ ഭീമമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നില്ല എന്ന് തുറന്നടിക്കുന്നു CPI. കേരള ചരിത്രത്തിലാദ്യമായി ഭരണത്തിന്റെ 10 വർഷങ്ങൾ പൂർത്തീകരിച്ച ഇടതുമുന്നണി സർക്കാരിനെ നയിച്ച പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന്റെ മുന്നിൽ പത്തിമടക്കാനേ CPIക്ക് കഴിഞ്ഞിരുന്നുള്ളൂ എന്ന് കേരളം കണ്ടതാണ്. ഒരു തിരുത്തൽ ശക്തിയായി ഉയരാൻ പാർട്ടിക്ക് സാധിക്കുന്നതുമില്ല. താരതമ്യേന കരുത്തരായ നേതാക്കൾ CPIക്കുണ്ടായിരുന്നപ്പോൾ ചില തീരുമാനങ്ങളിലോ നടപടികളിലോ ഭിന്നാഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് അല്പസ്വല്പം വിട്ടുവീഴ്ചകൾക്ക് നിർബന്ധിക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ CPIയുടെ സംസ്ഥാന നേതൃത്വം ദുർബലമാണ് എന്നത് ശത്രുക്കളുടെ ആരോപണമല്ല, പാളയത്തിലെ തന്നെ പരസ്യമായ അഭിപ്രായ പ്രകടനമാണ്. ഏത് നിലയ്ക്കും ഇടതുമുന്നണിയിലെ മുഖ്യ ഘടകങ്ങൾ തമ്മിലെ സ്വരച്ചേർച്ചയില്ലായ്മ എത്രയും വേഗം അവസാനിപ്പിച്ചോ യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുക്കാനും വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലിരിക്കുന്ന UDFന്റെ വീഴ്ചകളും പാളിച്ചകളും ജനപിന്തുണയോടെ തിരുത്തിക്കാനും ഇടതു പാർട്ടികൾക്ക് സാധിച്ചില്ല എങ്കിൽ ജനാധിപത്യത്തിനാണ് പരിക്കേൽക്കുക. ജനാധിപത്യം നേരിടുന്ന അപജയത്തിൽ നിന്ന് മുതലെടുക്കുക സ്വാഭാവികമായും തീവ്ര വലതുപക്ഷമാണ് എന്നതും അനിഷേധ്യ യാഥാർത്ഥ്യമാണ്. മാധ്യമം പോഡ്കാസ്റ്റ്.